പ്രിയ വിദ്യാർത്ഥികളെ, ഫോക്കസ് ഏരിയ +1 ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പഠനമാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നിങ്ങളുടെ പോർഷൻസിലെ പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗം വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയുന്ന ഒരു സിലബസ് സംവിധാനമാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 80% ക്വസ്റ്റ്യൻസ് ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നു. അതിനുശേഷം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കോമൺ എല്ലാ പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഫോക്കസ് ഏരിയ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ മേടിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 120 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഉറപ്പായിട്ടും 60 മാർക്ക് ഫുൾ മാർക്ക് ഫോക്കസ് ഏരിയ പഠിച്ചാൽ തന്നെ കിട്ടും. ഈ സാഹചര്യം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പല വീഡിയോസായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഫോക്കസ് ഏരിയ നടത്താം. എല്ലാവരും ഈ കാര്യങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അവരും ഇത് പഠിക്കട്ടെ. ഇത് നമുക്ക് ഈ ഫോക്കസ് ഏരിയ പറഞ്ഞാൽ ഒന്നാമത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ വൈസിലേക്ക് അങ്ങ് പോവുകയാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ, ഫണ്ടമെൻ്റൽസ് അടിസ്ഥാന വിവരങ്ങൾ. അതിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഡേറ്റയും ഇൻഫർമേഷനും എന്താണെന്നാണ്. ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. ഡേറ്റ ഡിനോട്ട്സ് raw fact and figures such as numbers, words, amount, quantity, etc. that can be processed or manipulated. ഇത് റോ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അവ്യക്തങ്ങളായിട്ടുള്ള ഡേറ്റകൾ, ചിത്രങ്ങൾ, നമ്പറുകൾ, വേർഡ്സ്, എമൗണ്ടുകൾ, ക്വാണ്ടിറ്റി. അപ്പം അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതെല്ലാം ഡേറ്റയാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുത്താൽ, ഇപ്പോൾ നിങ്ങളുടെ ഏകജാലകത്തിൻ്റെ സംവിധാനത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടി നിങ്ങൾ കഫയിലോ വീട്ടിലോ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതെന്താണത്? അത് ഡേറ്റയാണത്. ഓക്കെ, അപ്പോൾ അതാണ് ഡേറ്റ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇറ്റ്സ് ഡിനോട്ട്സ് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. അത്രയെങ്കിലും മിനിമം ലെവലിൽ എഴുതണം. സച്ചാസ് അത് എന്തൊക്കെയാണ് വരുന്നത്? നമ്പേഴ്സ് ഉണ്ട്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി. ഇതൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് നമുക്ക് ആ ഫോക്കസ് ഏരിയയിലുള്ള ഇൻഫർമേഷൻ എന്താണെന്നറിയണം. ഇൻഫർമേഷൻ. ഓക്കെ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ്ഡ് ആൻഡ് മീനിങ്ഫുൾ ഡേറ്റ. ഇറ്റ്സ് എ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫർമേഷൻ? നമ്മളിപ്പോൾ നിങ്ങളുടെ ഏകജാലകത്തിൻ്റെ സംവിധാനം കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തപ്പോൾ അതൊരു ഇൻഫർമേഷനാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് തിരിച്ച് അതിന് മറുപടി കിട്ടിയില്ലേ? അതാണ് ഇൻഫർമേഷൻ. അതായത് അറേഞ്ച് ചെയ്ത് ഏത് സ്കൂളിൽ ഏത് കോമ്പിനേഷനിൽ എത്ര രൂപ ഫീസ് എന്ന് പറഞ്ഞൊരു വിശദമായിട്ടുള്ള നിങ്ങൾക്കൊരു സ്ലിപ്പ് കിട്ടി. അഡ്മിഷൻ സ്ലിപ്പ് എന്ന് പറയുന്നില്ലേ? ആ സ്ലിപ്പാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്കൂളുകാർ നമ്മളെല്ലാം അർഹരായിട്ടുള്ളവരെ അഡ്മിറ്റ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡേറ്റയിൽ നിന്നും ലക്ഷക്കണക്കിന് ഡേറ്റയിൽ നിന്നും തിരഞ്ഞെടുപ്പ് നടത്തി പ്രോസസ്സ് നടത്തി മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഇതും കാണാൻ പഠിക്കണം. ഡേറ്റ മീൻസ് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. ഇൻഫർമേഷൻ മീൻസ് മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഇനി ഇതിനെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ നമുക്കൊന്നുകൂടെ ഒന്ന് പറയാം. പുസ്തകത്തിലെല്ലാം ഉണ്ട്, ഇത് നോക്കിയാൽ മതി. ഡേറ്റ മീൻസ് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്. ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ വീഡിയോ ലിങ്കൊക്കെ നമുക്ക് ടെലിഗ്രാമിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറാകുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ബാക്കി കുട്ടികളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. കഴിഞ്ഞ വർഷം ധാരാളം കുട്ടികളൊക്കെ ഇത് പഠിച്ചതാണ്. +2 ഫോക്കസ് ഏരിയയ്ക്ക് മറ്റുള്ളത്. അപ്പം ആ പഠിപ്പിക്കുന്നതും പരീക്ഷയ്ക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ ഇൻഫർമേഷൻ ഒരു ചോദ്യമാണ് ഈ വർഷത്തെ നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ളത്. റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് പ്രോസസ് ഡേറ്റ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ
സിമിലർ ടു റോ മെറ്റീരിയൽ, സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. മറ്റേത് റോ മെറ്റീരിയൽ പോലെയാണ് ഡേറ്റ എന്ന് പറയുന്നത്, ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്, കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. ഇൻഫർമേഷൻ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ. നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ പോയിൻ്റ്, ഡേറ്റ ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അവിടെ അവ്യക്തതയാണല്ല. അപ്പം അവ്യക്തമായിട്ട് വരുന്നതെല്ലാം ഡേറ്റയാണ്. അടുത്തത് വരുന്ന ഇൻഫർമേഷൻ ഇറ്റ്സ് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ. ക്ലിയറും മീനിങ് ഫുള്ളായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളെന്ന് 2-3 വ്യത്യാസം ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഈ വർഷത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ ഫോക്കസ് ഏരിയയിലുള്ള ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് നമുക്ക് ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. 4 വാക്ക് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ടത് എടുക്കാൻ പറ്റും. നമുക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ ഓരോന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റകൾ കൊടുക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ആ കൊടുക്കുന്ന ഡേറ്റ അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. കീബോർഡ്, മൗസ്, അല്ലേ? ഇതൊക്കെ ഇൻപുട്ട് യൂണിറ്റാണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റകൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തതാണ് CPU എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കണം. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതാണ് CPU എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതാണ് CPU എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPU ആണ്. ഇനി ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. അരിത്മെറ്റിക്, ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഈ പേര് ഓർത്തിരുന്നോണം. വാട്ട് ആർ ദി പാർട്സ് ഓഫ് CPU? ചിലപ്പോൾ അത് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് വയ്ക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദി പാർട്സ് ഓഫ് CPU? CPUവിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, CPUവിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇത് 3 എന്തോ. ഇനി ALUവിൻ്റെ ജോലി എന്താണ്? ആ പേരിൽ തന്നെ കിടപ്പുണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്നാണ്, അല്ലേ? ഇറ്റ് പെർഫോംസ് ഓൾ ദി അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, അല്ലേ? ഓക്കെ. രണ്ടാമത്തെ പോർഷനാണ് CU, കൺട്രോൾ യൂണിറ്റ്. മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ എന്താണോ ചെയ്യുന്നത് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ജോലിയാണ് പ്രിൻസിപ്പലിനുള്ളത്. എന്ന് പറയുന്ന പോലെ കമ്പ്യൂട്ടറിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് CU, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? CU മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. മറ്റൊരെണ്ണമാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ എന്തിനാണ് രജിസ്റ്റർ എന്ന് പറയാൻ കാര്യം എന്തോ? നമ്മൾ രജിസ്റ്റർ ബുക്ക് എന്ന് പറയും, അല്ലേ? അതിനകത്താണ് നമ്മൾ കാര്യങ്ങൾ സൂക്ഷിച്ച് എഴുതി വെക്കുന്നത്. പിന്നീട് ഒരു ആവശ്യം വന്നാൽ പിന്നീട് ആൾക്കാർക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഇതൊക്കെ തന്നെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ. ടെമ്പററി, താൽക്കാലികമായിട്ട് മെമ്മറിക്കകത്തിൽ, CPU-നകത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ നമുക്ക്. ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, 3 പാർട്ടാണ് CPU-നുള്ളത്. ഇനി അടുത്തതാണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരണം, വേണ്ടായോ? വേണം. മോണിറ്ററിലൂടെ കാണിച്ചു തരണം, എന്നാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. മറ്റേ കമ്പ്യൂട്ടറിനകത്തിരിക്കുക. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഈ വർഷത്തെ ഒരു 5 മാർക്കിന് ചോദ്യമാണ്. വാട്ട് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, CPU, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. നിങ്ങൾക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാം കേട്ടോ.
ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനിയും ഇതാണത്. ഇനി അടുത്ത് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളത് ഇനിയും കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അടുത്തുള്ളത്. അത് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊന്ന് ഡെഫിനിഷൻ കൊടുക്കണം. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഡിസൈൻഡ് ടു അക്സെപ്റ്റ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ അക്കോർഡിംഗ് ടു ദി സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ദ റിസൾട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. അല്ലേ, ഇതൊരു ഇലക്ട്രോണിക് മെഷീനാണ്. അത് ഡേറ്റകൾ കൊടുക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ചു തരാനും ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഭാഷയിലങ്ങ് എഴുതിയാൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഇലക്ട്രോണിക് ഉപകരണമാണ്. ഡേറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് തിരിച്ചു തരുന്നു, ഒരു ഉപകരണം. ഇനി അടുത്ത ഫോക്കസ് ഏരിയയിലുള്ളത് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്നാണ് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഒന്ന്, സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, ലാക്ക് ഓഫ് IQ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും പറയുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. സ്പീഡ് നമുക്കറിയാം, വളരെ സ്പീഡിലാണ് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ഡേറ്റയുടെ പ്രോസസ്സ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആക്യുറസി, എത്ര വലിയ ഡേറ്റ കൊടുത്താലും വളരെ കൃത്യമായിട്ടാണ് ആൻസർ നമുക്ക് തരുന്നത്. ഡെലിഗൻസ്, മണിക്കൂറുകൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്താലും അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഒരു തടസ്സവുമില്ലാതെ, ഒരു ക്ഷീണവുമില്ലാതെ തരും. എന്നിരുന്നാലും കമ്പ്യൂട്ടറിന് എന്തില്ല, IQ ഇല്ല എന്ന് പറയുന്നു, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഇല്ല എന്ന് പറയുന്നു. ഇനി ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, സ്വന്തമായിട്ട് തീരുമാനത്തിലെത്താനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഇതിനെ ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്പർ കൺവേർഷൻ, ഡെസിമൽ നമ്പർ കൺവേർഷൻസ്, ഡെസിമൽ ടു നോൺ ഡെസിമൽ ആൻഡ് റിവേഴ്സ്. ഡെസിമൽ ടു നോൺ ഡെസിമൽ ആൻഡ് റിവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നോട്ട്സ് നമുക്ക് നോക്കാതെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്പർ സിസ്റ്റത്തെ പറ്റി നമുക്ക് നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ. ബൈനറി എന്ന് പറഞ്ഞാൽ 2 സിമ്പലേ ഉള്ളൂ, 0യും 1ഉം. ഒക്ട എന്ന് പറഞ്ഞാൽ 8, അതിൻ്റെ ബേസ് 8 ആണ്, 0 മുതൽ 7 വരെ. ഡെസിമൽ, ഡെക്ക എന്ന് പറഞ്ഞാൽ 10 ആണ്, 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്. ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ബേസ് ആണ്, 0 മുതൽ 9 വരെയും ക്യാപിറ്റൽ ലെറ്റർ A മുതൽ F വരെയുമുള്ളതാണ് ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്നത്. ഇത്രയും നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഈ നമ്പർ സിസ്റ്റം തന്നാൽ, നമുക്കൊരു നമ്പർ സിസ്റ്റം തന്നാൽ അതിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമുക്ക് ഉള്ളത് കൺവേർഷൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും ഇത് കൺവേർഷൻ എന്ന് പറയുമ്പോൾ? ഡെസിമൽ ടു ബൈനറി, ഡെസിമലിനെ ബൈനറി ആക്കണം ഇല്ലേ. അപ്പം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവിഡൻറ്റ് താഴെ എഴുതുക, റിമൈൻഡർ വലത് സൈഡിൽ എഴുതുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എവിടെ വരെ? ടിൽ യു ഗെറ്റ് എ 0 ആസ് ദി ന്യൂ നമ്പർ. ഏറ്റവും അവസാനം 0 കിട്ടുന്നിടം വരെ അത് ചെയ്യണം. ഇതാണ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ, ഡെസിമൽ നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മുമ്പ് പറഞ്ഞ പ്രൊസീജിയറെല്ലാം അതുപോലെ. ഇനി ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഡെസിമൽ എന്ന് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 2 കൊണ്ട്, 2ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് അതെന്ന് പറയുന്നത്. ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിനെ അതിൻ്റെ പ്ലേസ് വാല്യൂ പവർ 8ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹെക്സാ ഡെസിമൽ, തന്നിരിക്കുന്ന ഹെക്സാ ഡെസിമൽ നമ്പറിനെ 16ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഡെസിമൽ നമ്പർ കിട്ടുന്നത്. ഇനി ഒക്ടൽ ടു ബൈനറി ഉണ്ട്. ഒക്ടലിനെ ബൈനറി ആക്കണം. അത് എളുപ്പമുണ്ട്. തന്നിരിക്കുന്ന ഒക്ടൽ നമ്പറിനെ 3 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി ബൈനറി ആക്കണം. എന്നിട്ടതിനെ നമുക്ക് ചേർത്ത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഹെക്സാ ഡെസിമൽ ടു ബൈനറി ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്.
ആ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കിയാൽ കൺവേർഷൻ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ ഈ ഫോക്കസ് പോയിൻ്റ് വെച്ചുകൊണ്ട്. ബൈനറി ടു ഡെസിമൽ ഗ്രൂപ്പിംഗ്, ബൈനറി ഡിജിറ്റ്സ് ടു ഡിജിറ്റ് 4. ഓക്കെ, ഇങ്ങനെ എല്ലാ ഈ കൺവേർഷൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇത് ഈ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ നോട്ടുകൾ കേൾക്കുക, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇതിനകത്തുനിന്ന് കേൾക്കുക. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്. ഈ 3 മെത്തേഡാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതാണ് നമ്പർ മെത്തേഡ്. അതിൻ്റെയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ക്യാരക്ടേഴ്സ്, ആസ്കി ആൻഡ് യൂണിക്കോഡ്. അത് ഓർത്തോണം, ആസ്കി കോഡും യൂണിക്കോഡും. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇറ്റ് യൂസസ് 7 bits ടു റെപ്രസെൻറ്റ് ക്യാരക്ടർ. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്, വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് 65,536 ക്യാരക്ടേഴ്സ്. അതായത് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു കോഡിംഗ് സംവിധാനമാണ് ഏത്? ഈ യൂണിക്കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നമ്പർ സിസ്റ്റം കോഡിംഗ് സംവിധാനത്തെ പറ്റി നമുക്ക് പഠിച്ചാൽ മതി. ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് കോഡ്. അതായത് നമ്മളൊരു നമ്പർ അടിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഏത് കോഡിംഗ് സംവിധാനത്തിലാണ് അകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിലൊരു എണ്ണമാണ് ആസ്കി കോഡ്. 7 ബിറ്റാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞടിച്ചാൽ എയ്ക്ക് തുല്യമായിട്ട് 7 ബിറ്റുള്ള ഒരു നമ്പറാണ് മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടുന്നത്. അത് പിന്നെ ആസ്കി 8 ഉണ്ട്, ആസ്കി 8. അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സിന് ഉൾപ്പെടുത്താൻ പറ്റും. എന്നാൽ ഈ ലോകത്തിലുള്ള ഭാഷകളുടെ അക്ഷരങ്ങളെയൊക്കെ ഈ നമ്പർ കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റാതെ വന്നു. അപ്പോൾ അങ്ങനെ ബൃഹത്തായിട്ടുള്ള ഒരു എല്ലാ ഭാഷകൾക്കും യോജിച്ച ഒരു നമ്പർ സിസ്റ്റമാണ് അടുത്തത് വരുന്നത്, യൂണിക്കോഡ് എന്ന് പറയുന്നത്. സോ 16 ബിറ്റ് വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് അപ് ടു 65,536. സോ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദി വേൾഡ്. അത്രയുമാണ് അതിനകത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തെ പറ്റിയും നമുക്ക് അതുപോലെ വിവിധ നമ്പർ റെപ്രസെൻറ്റേഷൻ മെത്തേഡിനെ പറ്റി ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ കാണുക. അതുകൂടെ ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക്, ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു പഠനം നടത്താം. വിവരങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്.